അങ്ങനെ രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ കണ്ട സ്റ്റേഷൻ കാട്ട്പാടി ജംഗ്ഷനാണ്. ജംഗ്ഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടി ഏകദേശം ഒരു 10-20 മിനിറ്റോളം അവിടെ തന്നെ നിർത്തിയിട്ടു. വളരെയധികം താമസിച്ചു. സാധാരണ ഞാൻ പറഞ്ഞല്ലോ 4:45-5 മണിയോടുകൂടി തിരുപ്പതിയിലെത്തും. ആ ഒരു പ്രഭാതത്തിൽ ഒരു വണ്ടിയെടുത്ത് നേരെ മലയിൽ കയറുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് നഷ്ടപ്പെട്ടു. വണ്ടി 2 മണിക്കൂർ എന്നുള്ളതിപ്പോൾ 2.5 മണിക്കൂർ താമസിച്ചാണ് ഓടുന്നത്. എന്തായാലും അങ്ങ് ദൂരെ തിരുപ്പതി മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ തിരുപ്പതി അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ്. നമ്മൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ മനസ്സിൽ ഉണ്ട്. അതെല്ലാം ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നതിന് വേണ്ടിയിട്ട് സകുടുംബമുള്ള യാത്രയാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ കേരള എക്സ്പ്രസ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തിരക്ക് കണ്ടോ? AC ഒന്നോ സ്ലീപ്പറൊന്നും ഇല്ല, എല്ലാത്തിലും നല്ല തിരക്കാണ്. എത്ര ആളുകൾ ആ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയോ അത്രയും ആളുകൾ തന്നെ തിരിച്ച് ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെക്കേഷൻ കൂടെ ആയല്ലോ, നല്ല തിരക്കാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കുവാനുള്ള സൗകര്യം നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിങ്ങിലുണ്ട്. ശ്രീനിവാസം എന്നാണ് അതിൻ്റെ പേര്. വിഷ്ണു നിവാസം, ശ്രീനിവാസമല്ല, വിഷ്ണു നിവാസം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു വണ്ടി എടുത്താണ് നേരെ മല കയറുന്നത്. അപ്പോൾ ട്രക്കുണ്ട്, ബസ്സുണ്ട്, AC ബസ്സാണ് പുതിയതായിട്ട് ഇപ്പോൾ തിരുപ്പതി ഒക്കെ മലയിൽ പോകാനായിട്ട് എടുത്തിരിക്കുന്നതാണ്. AC ബസ്സാണ്. ഈ AC ബസ്സെല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സുകളാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്നു. ഒരു ഇന്നോവ ഡ്രൈവർ നമ്മളെ സമീപിച്ചു. അദ്ദേഹം 1200 രൂപയാണ് ആവശ്യപ്പെട്ടത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുകളിൽ തിരുമല വരെ ഏകദേശം 20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 1200 രൂപ എനിക്ക് ഫേവറബിളായിട്ട് തോന്നി. കാരണം ഞാൻ അദ്ദേഹത്തോട് കഴിക്കണം എന്നിവിടെ പറഞ്ഞായിരുന്നു. കാരണം വെയിറ്റിംഗ് ചാർജൊന്നും ഇല്ല, ഇൻക്ലൂഡഡ് 1200 രൂപയെ തരൂ. ഞങ്ങൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നല്ലൊരു ഹോട്ടൽ, ഇതാണ് ആ ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഹോട്ടലിൻ്റെ പേര് PS4. ഞാൻ ആദ്യം PS4 എന്ന് കേട്ടപ്പോൾ നമ്മുടെ പൊന്നിയൻ സെൽവൻ അല്ലേ, അങ്ങനെ ഒരു പുതിയ മൂവി ഉണ്ട്, അതിൽ PS1 PS2 എന്നൊക്കെയാണ് ടെലിഗ്രാമിൽ വന്നത്. അതുപോലെ PS4 എന്താണെന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേരമ്പൂർ എന്നുള്ളതാണ് P. S4 എന്ന് പറഞ്ഞാൽ 4 S ആണ്. P എന്ന് പറഞ്ഞാൽ പേരമ്പൂർ, S4 എന്ന് പറഞ്ഞാൽ ശ്രീനിവാസ സ്വീറ്റ് ആൻഡ് സ്നാക്സ്. അപ്പോൾ P1 4 S. ഞങ്ങളെല്ലാവരും നല്ല ഭക്ഷണം തന്നെയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾക്ക് മസാല ദോശ, വട, നെയ് റോസ്റ്റ് എല്ലാം ഓർഡർ ചെയ്തു. വടയെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വട കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റും അതേ ക്വാളിറ്റിയും അതേ ക്വാണ്ടിറ്റിയും ഉണ്ട്. അത് ഞാനിങ്ങനെ പറയാൻ കാരണം പ്രൈസാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ 60 രൂപ തൊട്ട് 80 രൂപയുണ്ട് ഒരു മസാല ദോശയ്ക്ക്. ഇവിടെയും 80 രൂപയാണ് മസാല ദോശയ്ക്ക് ചാർജ്. ഓരോ വെറൈറ്റി എന്ന നിലയ്ക്ക് ഇടിയപ്പം കൂടെ മേടിച്ചു. ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ പറയാം. അതിൻ്റെ കൂടെയും നല്ല കറിയായിരുന്നു കേട്ടോ. മസാല ഒന്നും അധികം ഇല്ലാത്ത, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ നല്ല ഫുഡായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മസാല ദോശയാണ്. മസാല ദോശയുടെ കൂടെ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയേ. നമ്മുടെ തേങ്ങാ ചട്നി, സാധാരണ ആന്ധ്രാപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ തേങ്ങാ ചട്നി കിട്ടാൻ തന്നെ പാടാണ്. നമ്മുടെ കപ്പലണ്ടിയുടെ ചമ്മന്തി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ നല്ല തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ പുതിന ചട്നി ടേസ്റ്റ് ആദ്യം നമുക്ക് സൂചിക്കുന്നില്ലെങ്കിലും പുതിന ചട്നി വയറിന് നല്ലതാണ്. എന്തെങ്കിലും ദഹന പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ മാറും. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞ് നേരെ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങുകയാണ്. ഇതാണ് അങ്ങോട്ടേക്കുള്ള പ്രധാന വഴി. രണ്ട് വശവും നല്ല പൂന്തോട്ടങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രധാന കവാടം ആരംഭിക്കുന്നത്.
ഗരുഡ ഭഗവാനെ വന്ദിച്ചിട്ടായിരിക്കും എല്ലാവരും. ഇതാണ് പ്രധാന ഗേറ്റ്. അപ്പോൾ എല്ലാവരും ഗരുഡ ഭഗവാനെ വന്ദിച്ച് അവിടെ ഒരു പ്രദക്ഷിണം എടുത്തിട്ടാണ് മലകയറ്റം ആരംഭിക്കുന്നത്. ആരംഭിക്ക് തന്നെ നമുക്ക് മുന്നിൽ കാണുന്നത് കണ്ടോ, ഇതൊരു ടോൾ ഗേറ്റാണ്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി പ്രോബ്ലം ആയിരിക്കാം. പക്ഷേ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളും ലഗേജും ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ക്യൂ കിടക്കും. കണ്ടോ എത്ര വണ്ടികളുണ്ടെന്ന് നോക്കി. നമ്മുടെ വണ്ടി ഇതിപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സമയം 10 മണി 11 മണിയുടെ അടുത്തായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ക്യൂ. നമ്മുടെ സമയം കറക്റ്റായിട്ടായിരുന്നെങ്കിൽ ട്രെയിൻ വന്നിരുന്നെങ്കിൽ ഏകദേശം 5:30-ക്കുള്ളിൽ നമുക്കിവിടെ കഴിയായിരുന്നു. ഇതിപ്പോൾ സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ക്യൂവും കാര്യങ്ങളും. അപ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ലഗേജ് ഉൾപ്പെടെ കംപ്ലീറ്റ് ലഗേജും കൊണ്ട് നമ്മൾ അവിടെ പോകണം. അവിടെ സ്കാനറുണ്ട്, സ്കാനറിൽ ലഗേജ് വെക്കണം. നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ വാഹനം തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ തിരിച്ച് കയറുക. അപ്പോൾ പ്രായമായിട്ടുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ വാഹനം പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ബസ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ബസ് ഇതുപോലെ ഏറ്റവും പുറകിലായിരിക്കും. അവിടെ നിന്ന് ഈ ലഗേജും കാര്യങ്ങളുമൊക്കെ എടുത്ത് ഇതിലോട്ട് വരണം. അതിനുശേഷം ബസ് വളരെയധികം മുമ്പിലായിരിക്കും നിർത്തുന്നത്. അപ്പോൾ അവിടം വരെ ആ ലഗേജൊക്കെ ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നല്ലൊരു മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ മലയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ആ റോഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടെ നിർത്തിക്കൊണ്ട് പോയില്ല ബസ്സിൽ കേട്ടോ. ഇപ്പോഴും നിർത്തിക്കൊണ്ട് പോകാറില്ല. അന്ന് സിംഗിൾ വേ അല്ലായിരുന്നു, ഇറങ്ങാനും കയറാനും ഒരു വഴിയായിരുന്നു. എന്നാൽ കാലാക്രമേണ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനും ഇറങ്ങുന്നതിനുമായിട്ട് 2 വഴി. അപ്പോൾ എന്തായി, അപകടങ്ങൾ കുറഞ്ഞു. അതുപോലെ അവിടുത്തെ റോഡുകളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, വളരെ നീറ്റായിട്ടാണ്. അവിടെ ഒരു ഇല പോലും ഉണ്ടാവില്ല. അങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞ് വീണാൽ അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ഇതെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശ്രീനിവാസൻ്റെ രൂപം, അതായത് ബാലാജിയുടെ രൂപം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ മല അവസാനിക്കുന്നിടത്താണ് ആ രൂപം. അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞാൽ, ഇനി ആരെങ്കിലും പോകുന്നുണ്ട് അത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അത് കാണിച്ചു തരും. അവിടെ നിർത്താനുള്ള സൗകര്യം ഉണ്ട്, എങ്കിലും നിർത്തി വാഹനങ്ങൾ ഒരുപാടാകുന്നതും അപകടമായതുകൊണ്ട് അവിടെ നോ പാർക്കിംഗ്, ഫൈൻ 1000 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ധാരാളം ആളുകൾ അവിടെ നിർത്തി കണ്ടും തൊഴുതും കർപ്പൂരങ്ങളൊക്കെ കത്തിക്കുന്നതുമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. നിങ്ങളുടെ വാഹനം അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ ഒന്ന് നിർത്തി നല്ല രൂപ കാണാം. അത് മനുഷ്യനിർമ്മിതമല്ല, തന്നെത്താൻ പ്രകൃതി നിർമ്മിതമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബാലാജിയുടെ അതേ രൂപമാണ്. അദ്ദേഹം ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഒരു രൂപം. നമ്മുടെ സൈഡിൽ ഉള്ള വ്യൂ എങ്ങനെയാണോ അത് തന്നെയാണ് അവിടെയുള്ളത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുമല അമ്പലത്തിനടുത്ത് എത്തിച്ചേരുന്നതാണ്. അവിടെയൊക്കെ ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ എത്തുന്നത് മെയ് ലാസ്റ്റാണ്. മെയ് 21-ാം തീയതി നമ്മൾ യാത്ര ചെയ്യുന്നു, മെയ് 22-ാം തീയതി എത്തുന്നു. ഇപ്പോൾ വൈശാഖ മാസമാണ്. ഈ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. സർവ്വദർശനത്തിൻ്റെ വഴിയാണത്. ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി വേണം ഭഗവാനെ അകത്ത് കാണാനായിട്ട്. കാരണം ഒരു ദിവസം തന്നെ ഏകദേശം 1,00,000-ഓളം ആളുകൾ അവിടെ വരാറുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ വൈശാഖ മാസമാണ്. വൈശാഖ മാസം മാധവമാസം അല്ലെങ്കിൽ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമെന്ന് കരുതി വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്ക് കൂടെയുണ്ട്. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ അറിഞ്ഞില്ല, നാളെയാണ് ഞങ്ങൾക്ക് ദർശനം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈശാഖ പൗർണമിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കണ്ടോ, അവിടെ കയറാനായിട്ട് പല ദർശനമുണ്ട്. 300 രൂപയുടെ ഉണ്ട്, 500 രൂപയുടെ ഉണ്ട്. സർവ്വദർശനം, അതായത് ഇതൊന്നും ഇല്ലാതെ, ടിക്കറ്റൊന്നും ഇല്ലാതെ വരുന്നവർക്ക് വേണ്ടിയിട്ട് സർവ്വദർശനം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം കൂടെ ഉണ്ട്. പക്ഷേ അതൊക്കെ മണിക്കൂറുകളോളം നമ്മളവിടെ ക്യൂ നിൽക്കണം. ഞാനിപ്പം 300 രൂപയുടെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അത് സാധാരണ 2 തൊട്ട് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് തൊഴുത് കഴിയും. പക്ഷേ നാളെ ഈ പറഞ്ഞ ഇതാണ് 300 രൂപയുടെ എൻട്രി പോയിൻ്റ്. ആളുകൾ നിൽക്കുന്നത് കണ്ടോ. ഇതവിടുത്തെ മ്യൂസിയമാണ്.
വെങ്കടേശ്വര മ്യൂസിയം. അവിടെ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പോകാനായിട്ട് കഴിയില്ല. ഞാൻ നോക്കി, അപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ മ്യൂസിയം അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങളുടെ അക്കോമഡേഷൻ. നമുക്ക് അക്കോമഡേഷൻ നമ്മുടെ കാശിമഠത്തിലാണ്. ഞങ്ങൾ കാശിമഠത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തിരുമലയിലുള്ള കാശിമഠം. പലർക്കും ഈ തിരുമലയും തിരുപ്പതിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല കേട്ടോ. തിരുമല എന്ന് പറഞ്ഞാൽ മുകളിലാണ്, തിരുപ്പതി എന്ന് പറഞ്ഞാൽ താഴെയും. അപ്പോൾ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും തിരുപ്പതി തിരുപ്പതി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ പോയി മുകളിൽ പോകണമെങ്കിൽ തിരുമല എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ അവിടെ നിന്നൊരു റൂമും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ പറഞ്ഞ പോലെ അവിടെയും നേരത്തെ റൂം ബുക്ക് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് റൂം കിട്ടൂ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത്, കണ്ടല്ലോ മുടിയും താടിയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വഴിപാട് ഇവിടെ ഉണ്ട്. എന്താണ്? അവിടെ ചെന്നിട്ട് മുട്ടയടിക്കാൻ. സാധാരണ പഴനിയിലൊക്കെ നമ്മൾ മുട്ടയടിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ അവിടെ സാമ്പാർ സാദം അത് കൊടുക്കുന്നു. ഫ്രീ ആയിട്ടാണ് കേട്ടോ, എല്ലാവർക്കും വിളിച്ചു കൊടുക്കുകയാണ്. ഇത് അവിടുത്തെ ടോയ്ലറ്റാണ്. ഒരെണ്ണമല്ല, ഒരുപാട് ടോയ്ലറ്റുകളുണ്ട്. ഇതെല്ലാം സൗജന്യമാണ്. ഇവിടെയൊക്കെ ഒരാൾ പോയിട്ട് വന്നാൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ആളുമുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ കണ്ട മറ്റൊരു സ്ഥലമാണ് ഗോശാല. നമ്മൾ അവിടുത്തെ പശുവിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഇതാണ് അവിടുത്തെ പശുക്കൾ. ഗോശാലയിൽ പിന്നെ പോകാൻ സമയം കിട്ടുമോയെന്നറിയില്ല. നന്തകം റെസ്റ്റ് ഹൗസ്, അവിടുത്തെ TTD അലോഡ് ചെയ്യുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള കോംപ്ലക്സാണത്, നന്തകം. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കല്യാണക്കട്ട. കല്യാണക്കട്ട എന്ന് പറഞ്ഞാൽ ഈ മുടി എടുക്കുന്ന സ്ഥലം എന്നാണ്. കണ്ടോ, വേ ടു കല്യാണക്കട്ട. നമ്മൾ സാധാരണ ഗൗഡസാരസ്വ ബ്രാഹ്മണർ അങ്ങനെ മുടിയെടുക്കുന്ന പതിവില്ല. പക്ഷേ എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ആദ്യം മുടിയെടുക്കാനായിട്ട് എല്ലാവരും നേരുന്ന ഒരു സ്ഥലം തിരുപ്പതിയാണ്. അപ്പം ഞാൻ നേർന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവിടെ എല്ലാവരും കല്ലെടുത്ത് വെക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നമുക്ക് വീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് പണി നടക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പുതിയ വീട് വേണമെങ്കിലോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കല്ലടുക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് ഒരു പുതിയ വീടിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനും മക്കളും കൂടെ ചേർന്ന് ഓരോ കല്ല് വീതം അടുക്കി വെച്ചു. എന്തോ ദൈവാനുഗ്രഹം, എനിക്കും ഒരു പുതിയ വീട് വെക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ നമ്മളെന്തെങ്കിലും ഒരു വഴിപാട് നേർന്നാൽ അത് നേർച്ചയായിട്ട് പോകരുത്, അത് വഴിപാട് അതുപോലെ തന്നെ പ്രവൃത്തിയും കൂടെ കൊണ്ടുവരണം. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കല്യാണക്കട്ടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ മുട്ടയടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോനും മുട്ടയടിക്കാൻ റെഡിയായി. സാധാരണ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത്രയും തിരക്കൊന്നുമില്ല. കണ്ടോ, ഇന്ന് അപാര തിരക്കാണ്. ഇത്രയും പേര് അവിടെ മുട്ടയടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ ഇതും ഫ്രീ ആണ്, ഒരു പൈസ പോലും നമ്മളവിടെ കൊടുക്കേണ്ടതാണ്. എനിക്കും മോനുള്ള ടിക്കറ്റ് വന്നു. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഹാൾ നമ്പർ 2 മെയിൽ, അതെനിക്കുള്ളതാണ്. ഹാൾ നമ്പർ 2 ചൈൽഡ്. അപ്പോൾ ഹാൾ നമ്പർ 1 ഞാൻ കയറുമ്പോൾ തന്നെ അവർ തലയൊക്കെ നനച്ച് വരാൻ പറയും. 23 അവിടെ വേണം ഞാൻ പോയി നിൽക്കുക. അപ്പോൾ 23 അങ്ങനെ എൻ്റെ ടേൺ വന്നു, ഞാനും ഇരുന്നു. ഹാൾ നമ്പർ 1 മെയിൽ, ഹാൾ നമ്പർ 2 കൊച്ചുകുട്ടികൾക്കും പിന്നെ സ്ത്രീകൾക്കുമാണ്. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൊച്ചുകുട്ടിക്ക് മുട്ടയടിക്കുന്നത് ഞാൻ കണ്ടു. അത് എനിക്ക് തോന്നുന്നു കുട്ടിക്കും അച്ഛനും കൂടെ ഉള്ളത് കൊണ്ടായിരിക്കും അവിടെ അവർ അലോ ചെയ്തത്. എന്തായാലും നമ്മുടെ ഒരു വഴിപാട് അവിടെ പോയി ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി അവിടെ ആരെങ്കിലും കല്യാണമായിട്ട് പോകുന്നുണ്ട്, ഇതാണ് ടൈമിംഗ്. 3:15, 8:45, 9:15, 2:45, 3:15, 8:45. വൈകിട്ടൊക്കെ പോകുന്ന സമയം 3:15 തൊട്ട് 8:45 വരെയാണ്. അപ്പോൾ അതും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൻ എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. കൊക്കക്കോള. ഞാൻ കൊക്കക്കോള കുടിച്ചില്ല, ഞാൻ പകരം ഒരു ലസ്സി വാങ്ങിച്ച് കുടിച്ചു. 30 രൂപയാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല ടേസ്റ്റും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ചൂട് സമയത്ത് മോര് കുടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഫ്രീ ബസ്സിൽ തിരിച്ചു വന്നു. കുളിയൊക്കെ പാസ്സാക്കി ഉണ്ണാൻ പോവാണ് കേട്ടോ. ഉണ്ണാനായിട്ട് അമ്പലത്തിനടുത്ത് തന്നെ അന്നപ്രസാദ സെൻ്ററുണ്ട്. അങ്ങോട്ട് പോകാനായിട്ട്, അങ്ങോട്ടല്ല, തിരുമലയിൽ എവിടെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫ്രീ ബസ്സും നമ്മുടെ തിരുപ്പതി ദേവസ്ഥാനം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷനും കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ബസ്, എല്ലാം ഫ്രീ ആണ്.
അവിടെ ഇത്രയും വരുമാനം വരുന്നു, അതിനനുസരിച്ച് തന്നെ അവരവിടെ വരുന്ന ഭക്തർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവിടുത്തെ നല്ലൊരു കാര്യം, സൽക്കർമ്മം എന്ന് പറയാം. ഈ കാണുന്നതാണ് അന്നപ്രസാദ കൗണ്ടറിലേക്കുള്ള ക്യൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്തായാലും കിട്ടും, നമ്മൾ ഇത്രയൊക്കെ വെയിറ്റ് ചെയ്താലും നമുക്ക് അന്നപ്രസാദം കിട്ടും. നമ്മുടെ മഠത്തിൽ ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് ഉണ്ണുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി വേറെ ഏതൊരു ഊണിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അന്നപ്രസാദ ഹാളിലേക്ക് കടക്കുകയാണ്. ബാക്കി അന്നപ്രസാദ സെൻറ്ററിലെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം.